തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ. റിവർ സഫാരിക്കായി കയാക്കിംഗ്, ബോട്ടിംഗ്, വഞ്ചി സഫാരി, സ്വാൻ പെഡൽ സർവീസുകൾ. രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം. വിനോദത്തിനായി കിഡ്സ് പാർക്ക്, പ്ലേ ഗ്രൗണ്ട്, ഹോഴ്സ് റൈഡിംഗ്, വാട്ടർ പൂൾ. നില ബോട്ട് ക്ലബ്. കുത്താമ്പുള്ളി വില്വാദ്രിനാഥ ക്ഷേത്രം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ച് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻ നടപ്പിലാക്കാൻ അനുമതി നൽകിയതായി ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. എം.എൽ.എ. യുവ പ്രദീപിന്റെ സബ്മിഷന് നിയമസഭയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. തിരുവില്ലാമലയിൽ നിന്നും കൂടുതൽ KSRTC ബസ്സുകൾ ആരംഭിക്കും. തിരുവില്ലാമലയിൽ നിന്നും കൂടുതൽ ദീർഘദൂര ബസ് KSRTC ബസ്സുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് യുവ പ്രദീപ് എം.എൽ.എയുടെ സബ്മിഷന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മറുപടി പറഞ്ഞു. നിയോജകമണ്ഡലത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് സർ. ഇവിടെ ദർശനത്തിനായി നൂറുകണക്കിന് ആളുകളാണ് ഭക്തർ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്, ദിനംപ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തുനിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും സംസ്ഥാനത്തിനകത്തുനിന്ന് വിവിധ ജില്ലകളിൽ നിന്നുമായി അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ അവിടെ തന്നെ തൊട്ടടുത്ത് ലോകപ്രശസ്തമായ കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമം ഉണ്ട് സാർ. ധാരാളം ആളുകൾ അവിടെയും സംസ്ഥാനത്തിൻ്റെ പുറത്തും അകത്തുമായിട്ടെല്ലാം ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ ചേലക്കര മണ്ഡലത്തിനകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് വരുന്ന കുട്ടികളും ദൂരത്തുനിന്ന് വരുന്ന കുട്ടികളും കുട്ടികളെ കാണാൻ വരുന്ന രക്ഷിതാക്കളും അവിടെ ജോലി ചെയ്യുന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ദൂര സ്ഥലത്തുനിന്ന് വന്നുപെടുന്ന ആളുകൾക്ക് ദൂരെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് സാർ. അപ്പോൾ അത് പരിഹരിക്കാൻ ദീർഘദൂര സർവീസ് ഒന്ന് KSRTC ആരംഭിക്കാൻ കഴിച്ചാൽ നമുക്ക് വളരെ സൗകര്യമാകും. അവിടെ തിരുവില്ലാമലയിൽ തന്നെ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ആ ബസ് സ്റ്റാൻഡ് MLA ഫണ്ട് ഉപയോഗിച്ച് ധാരാളം ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കി അവിടുത്തെ ജീവനക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയാൽ KSRTCക്ക് ചിലവില്ലാത്ത രീതിയിൽ ഒരു ദീർഘദൂര സർവീസ് ആരംഭിക്കാൻ പറ്റും. അതിൽ ഒരു ഇടപെടൽ നടത്തി തരണമെന്നാണ് എനിക്ക് സബ്മിഷൻ ചെയ്തത്. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ദർശനത്തിനായി സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി എത്തുന്ന നൂറുകണക്കിന് ഭക്തർക്കും അതുപോലെ തന്നെ പ്രശസ്തമായ തുണിത്തരങ്ങൾ വാങ്ങുന്നതിനും മണ്ഡലത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കും ദീർഘദൂര യാത്രാ സൌകര്യത്തിന് KSRTC ബസ്സുകളുടെ കുറവ് നിമിത്തം യാത്രാ സൌകര്യമില്ലാതെ വരികയാണെന്നും യാത്രാ സൌകര്യത്തിനായി തിരുവില്ലാമല ക്ഷേത്രം ബസ് സ്റ്റാൻഡ് പ്രയോജനപ്പെടുത്തി KSRTCയുടെ സ്റ്റേറ്റ് സെന്റർ തുടങ്ങി കൂടുതൽ സർവീസുകൾ ആരംഭിക്കണമെന്നാണ് എം.എൽ.എ. യുവ പ്രദീപ് സബ്മിഷനിലൂടെ നിയമസഭയിൽ ആവശ്യപ്പെട്ടത്. ജീവനക്കാർക്ക് വിശ്രമിക്കുന്നതിനും ഉറങ്ങുന്നതിനുമായി ക്ഷേത്രം ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ എം.എൽ.എ. ഫണ്ട് വിനിയോഗിച്ച് സൌകര്യങ്ങൾ ഏർപ്പെടുത്തുമെന്നും എം.എൽ.എ. സബ്മിഷനിലൂടെ മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷിതമായ ബസ് പാർക്കിംഗ് സൌകര്യവും ഉറപ്പാക്കുന്നതോടുകൂടി കൂടുതൽ ബസ് സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി സബ്മിഷനുള്ള മറുപടിയായി നിയമസഭയിൽ പറഞ്ഞു. ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയ വിഷയം തിരുവല്ലാമല ക്ഷേത്രവും അതുപോലെ കുത്താമ്പള്ളി കൈത്തറി മേഖലയും ഉൾപ്പെട്ട ഈ പ്രദേശത്ത് KSRTCയുടെ ബസ്സുകൾ വരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. കാരണം ഈ വന്നു കഴിഞ്ഞാൽ അവിടെ ബസ് പാർക്ക് ചെയ്യാനോ ജീവനക്കാർക്ക് വിശ്രമിക്കാനുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല. ഇപ്പോൾ അല്ലാതെ തന്നെ തിരുവനന്തപുരത്ത് നിന്നൊരു സൂപ്പർ ഫാസ്റ്റ് ബസ് തിരുവല്ലാമല ക്ഷേത്രത്തിലേക്ക് നേരിട്ട് പോകുന്നുണ്ട്. അതുപോലെ ഗുരുവായൂർ, പാലക്കാട്, മണ്ണാർക്കാട്, വടക്കാഞ്ചേരി എന്നീ ഡിപ്പോകളിൽ നിന്നും തിരുവല്ലാമല വഴി ധാരാളം KSRTC ബസ്സുകൾ പോകുന്നുണ്ട്. അതിലുപരിയായി ഈ മേഖല മുഴുവൻ പ്രൈവറ്റ് ബസ്സിൻ്റെ ഒരു കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ KSRTC ബസ്സുകൾ ഓടി പ്രൈവറ്റ് ബസ്സുമായിട്ട് മത്സരിച്ച് നഷ്ടം ഏറ്റുവാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇപ്പം KSRTC ഉള്ളത്. എങ്കിലും ബഹുമാനപ്പെട്ട അംഗം ശ്രദ്ധയിൽപ്പെടുത്തിയതുപോലെ അദ്ദേഹം ഈ ബസ് പാർക്ക് ചെയ്യാനും അതുപോലെ ബസ് ജീവനക്കാർ ഇപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. സ്റ്റേ സർവീസുകൾ, ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർക്ക് കിടക്കാനുള്ള കട്ടിൽ, മെത്ത, ഫാനുള്ള മുറി, ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം KSRTC സ്റ്റേ ബസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അത് KSRTCക്ക് വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് പോത്തങ്കോട് ശാന്തിഗിരി ആശ്രമത്തിൽ 11 ബസ്സുകളാണ് രാത്രിയിൽ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ആശ്രമം ഒരുക്കി തന്നിരിക്കുന്നത്. അതുപോലെ പല സ്ഥലങ്ങളിലും ചർച്ചുകളിലും ഒക്കെ ഇതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഇവിടെയും ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് അത്തരം ഒരു സൗകര്യം ഒരുക്കി തരാൻ MLA മുൻകൈ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത്തരം ബസ്സുകളെ പറ്റി ആലോചിക്കാവുന്നതാണ്. അതുകൂടാതെ ഈ അദ്ദേഹത്തിൻ്റെ സബ്മിഷൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ കൈത്തറി മേഖല സന്ദർശിക്കാനും ക്ഷേത്രത്തിലേക്ക് പോകാനുമായിട്ട് ബഡ്ജറ്റ് ടൂറിസം ഓപ്പറേഷൻസ് ആരംഭിക്കുവാൻ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുന്നതായിരിക്കും. അതുകൂടെ ധാരാളം ആളുകൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ക്ഷേത്രത്തിലേക്ക്, ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.